ഞങ്ങളുടെ അടുത്ത യാത്ര 900 ഏക്കർ ഭൂമി എന്നറിയപ്പെടുന്ന 900 കണ്ടി എന്ന സ്ഥലത്തേക്കായിരുന്നു. സമൃദ്ധമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും മൂടൽമഞ്ഞിൽ മൂടിയ കുന്നുകൾക്കും ശാന്തമായ അന്തരീക്ഷത്തിനും പേരുകേട്ടതാണ് ഈ സ്ഥലം. പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും പറ്റിയൊരു സ്ഥലമാണ് ഇത്. മൂടൽ മഞ്ഞിൽ പൊതിഞ്ഞ കുന്നുകളുടെയും താഴെയുള്ള പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളുടെയും കാഴ്ച ഇവിടെ കാണാൻ സാധിക്കും. ഞങ്ങളുടെ ഉച്ചഭക്ഷണവും ഇവിടെ നിന്നായിരുന്നു. ഞങ്ങളെ ആദ്യം കൊണ്ടുപോയത് ഗ്ലാസ് ബ്രിഡ്ജിലേക്കായിരുന്നു. പ്രകൃതി ആവേശകരവും ആഴത്തിലുള്ളതുമായ അനുഭവം നൽകുന്ന വ്യൂ പോയിന്റ് കൂടിയായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെയും ഗ്ലാസ് ബ്രിഡ്ജാണ് ഇത്. ട്രെക്കിംഗ്, പ്രകൃതി നടത്തം, ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്ഥലമായിരുന്നു ഇത്. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കുള്ള അവസരവും ഇവിടെയുണ്ട്. സ്കൈ സൈക്ലിങ്ങും സിപ്പ് ലൈനിങ് സൗകര്യവും ഇവിടെയുണ്ട്. അതിനുശേഷം ഞങ്ങളുടെ യാത്ര പാറകൾക്കിടയിലൂടെ ഒരു സാഹസികത യാത്രയായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് എൻ്റെ സഹയാത്രികർ. അവരുടെ പ്രായം പോലും മറന്ന് എല്ലാ സാഹസികത നിറഞ്ഞ എല്ലാ റൈഡുകളിലും അവർ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ബോട്ടിങ്ങിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. അതിനുശേഷം ഞങ്ങൾ പോയത് പരമ്പരാഗതമായ ജീവിതശൈലിയെയും സംസ്കാരത്തെയും കുറിച്ചുള്ള ഒരു കാഴ്ച നൽകുന്ന സ്ഥലത്തേക്കാണ്. നൂറ്റാണ്ടുകളായി പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചിരുന്ന വിവിധ തദ്ദേശീയ ഗോത്രങ്ങൾ ഈ പ്രദേശത്ത് വസിക്കുന്നുണ്ട്. വയനാട്ടിലെ ആദിവാസി പണിയർ വിഭാഗത്തിലെ ഒരു കാരണവരായി കരിന്തണ്ടൻ. കരിന്തണ്ടന്റെ ഒരു പ്രതിമയും നമുക്കിവിടെ കാണാൻ സാധിക്കും. കോഴിക്കോട് വയനാട് പാതയിലുള്ള താമരശ്ശേരി ചുരത്തിന്റെ പിതാവായാണ് കരിന്തണ്ടനെ ആദിവാസികൾ കാണുന്നത്.